അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ജാമിയ വഹബിയയുടെ വജ്ര ജൂബിലിയുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന 60 ഓൺലൈൻ ഇസ്ലാമിക പ്രഭാഷണ വിഷയങ്ങളിലെ വേദങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകളിൽപ്പെട്ടതാണ്, അവനുണ്ട് എന്ന് അനിവാര്യമായും നാം വിശ്വസിക്കേണ്ട വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ കലാം, സംസാരം. അള്ളാഹുവിൻ്റെ കലാം നമ്മുടേതുപോലുള്ള സംസാരമല്ല. അവൻ്റെ ദാത്തിലുള്ള ആ കലാം എന്ന വിശേഷണം ഖദീമാണ്, തുടക്കമില്ല, അവസാനവുമില്ല. ഹർഫുകളില്ല, പദങ്ങളില്ല, രൂപങ്ങളില്ല, ശബ്ദങ്ങളില്ല. അള്ളാഹുവിൻ്റെ ഈ വിശേഷണത്തിൻ്റെ മേൽ അറിയിക്കുന്ന ദാലാണ്, പദങ്ങളാണ് അവൻ്റെ അമ്പിയാക്കളിലേക്ക് ഇറക്കിയ വേദങ്ങൾ. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ദാലുകളായ ഈ വേദങ്ങളെ കുറിച്ചാണ് നാം ഇവിടെ സംസാരിക്കുന്നത്. 4 കിതാബുകളും ഒരുപാട് വേദങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അമ്പിയാക്കളിലേക്ക് ഇറക്കിയിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിലേക്ക് തൗറാത്ത്, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിലേക്ക് സബൂർ, ഈസാ നബി അലൈഹി ഇസ്ലാമിലേക്ക് ഇഞ്ചീൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പരിശുദ്ധ ഖുർആൻ. ഈ 4 കിതാബുകളും പേരടക്കം വിശ്വസിക്കൽ, ഉറപ്പിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഏടുകൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്നും വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ബാക്കിയുള്ള ഏടുകൾ ഇത്ര എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എന്നൊന്നും നമുക്ക് വിശ്വസിക്കൽ നിർബന്ധമില്ല. അള്ളാഹു അവൻ്റെ അമ്പിയാക്കളിലേക്ക് ഏടുകൾ ഇറക്കിയിട്ടുണ്ട് എന്ന് മൊത്തമായി വിശ്വസിക്കലേ നമുക്ക് നിർബന്ധമാണ്. ഷീഖ് നബി അലൈഹി സ്വലാമിന് 50 ഏടുകൾ നൽകിയിട്ടുണ്ട്, 60 ഏടുകൾ നൽകിയിട്ടുണ്ട് എന്നൊരു ഉദ്ധരണിയുണ്ട്. ഇദ്രീസ് നബി അലൈഹി സ്വലാമിലേക്ക് 10 ഏടുകൾ നൽകിയിട്ടുണ്ട്, 30 ഏടുകൾ നൽകിയിട്ടുണ്ട് എന്ന് മറ്റൊരു ഉദ്ധരണിയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്ക് 10 നൽകിയിട്ടുണ്ട്, 20 നൽകിയിട്ടുണ്ട്, മഹാനർക്ക് 30 ഏടുകൾ നൽകിയിട്ടുണ്ട് എന്നും ഉദ്ധരണികളുണ്ട്. ആദം നബി അലൈഹി സ്വലാമിലേക്ക് 10 ഏടുകൾ ഇറക്കിയിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിലേക്ക് ഫിർഔൻ കൊല്ലപ്പെടുന്നതിൻ്റെ മുമ്പ് 10 ഏടുകൾ ഇറക്കിയിട്ടുണ്ട്. അയാളുടെ മരണശേഷം മൂസാ നബി അലൈഹി സ്വലാമിലേക്ക് തൗറാത്തും അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. മൊത്തം 4 കിതാബും മൊത്തം ഉദ്ധരണികൾ പരിശോധിച്ചാൽ 150ഓളം ഏടുകൾ തന്നെ കിതാബുകൾക്ക് പുറമെ കാണാൻ കഴിയുമെന്ന് ഇമാമുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു കണക്ക് ക്ലിപ്തമാക്കൽ, ഒഴിവാക്കലാണ് ഏറ്റവും നല്ലതെന്ന് ഇമാമുകൾ പഠിപ്പിക്കുന്നു. അമ്പിയാക്കളുടേതുപോലെ തന്നെ 4 കിതാബുകളിൽ, ഏടുകളിലും വിധിവിലക്കുകൾ, അള്ളാഹുവിൻ്റെ അഹ്കാമുകൾ രേഖപ്പെടുത്തിയ ആദ്യത്തെ ഗ്രന്ഥം തൗറാത്താണ്. അതിനു മുമ്പുണ്ടായിരുന്ന ഏടുകളിൽ ഉപദേശങ്ങളും തൗഹീദും അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളും ഉദാഹരണങ്ങളും ഗുണപാഠങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വഹീഫത്തിന്റെ ജമ്മായ സുഹഫ് എന്ന പേരാണ് ഏടുകളെ കുറിച്ച് ഇമാമുകൾ ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് കിതാബ് എന്ന് ഉപയോഗിക്കൽ മജാസാണെന്ന് അവർ പറയും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏടുകളിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അവിടുന്ന് ഉദാഹരണങ്ങളായിരുന്നു എന്ന് മറുപടി പറയും.
മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഏടുകൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അതിൽ ഗുണപാഠങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെന്ന് മുത്തനബി തങ്ങൾ പറയുന്നത് മുത്തനബി തങ്ങളെ തൊട്ട് ധരിക്കപ്പെടുന്നുണ്ട്. തൗറാത്തിന് ശേഷം ഇറങ്ങിയ സബൂറിൽ ഉപദേശങ്ങളായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആനാണ് മറ്റേത് വേദങ്ങളെക്കാളും ശ്രേഷ്ഠമായ വേദഗ്രന്ഥം. മറ്റ് വേദങ്ങളെക്കാൾ ഒരുപാട് പ്രത്യേകതകൾ ഖുർആനിന് ഇമാമുകൾ പറയുന്നുണ്ട്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതോടുകൂടെ മറ്റു വേദങ്ങൾ ദുർബലപ്പെട്ടു. അതിലെ ഒരുപാട് വിധികൾ ദുർബലപ്പെട്ടു. ഖുർആൻ അല്ലാത്ത മറ്റു വേദങ്ങൾ വായിക്കലും എഴുതലും പുണ്യമായിരുന്ന ഇബാദത്തായിരുന്നു. ഖുർആൻ ഇറങ്ങിയതോടുകൂടെ ആ ഒരു പ്രത്യേകത അവകൾക്ക് നഷ്ടപ്പെട്ടു. അത് വായിക്കലും എഴുതലും സുന്നത്തില്ലാതെയായി എന്നല്ല, കയ്യേറ്റങ്ങളും മാറ്റിത്തിരുത്തലുകളും സംഭവിച്ചതോടുകൂടെ അത് വായിക്കലും എഴുതലും ഹറാമാണെന്ന് ഇമാമുകൾ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിന് ശേഷം അത് വായിക്കലും എഴുതലും വലിയ പുണ്യമായിട്ട് ഇബാദത്തായിട്ട് അള്ളാഹു നിശ്ചയിച്ചു. ഇത് ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ്. വേദങ്ങളിൽ ദുർബലപ്പെടുത്താത്ത നിയമങ്ങൾ മറ്റു കാര്യങ്ങളും ഖുർആനിലുണ്ട്. ഏടുകളിലുള്ളത് ഖുർആൻ അല്ലാത്ത 3 കിതാബുകളിലുമുണ്ട്. ആ 3 കിതാബിലുള്ളത് മുഴുക്കെ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇത് ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ്. നബി തങ്ങൾക്ക് മുമ്പുള്ള അമ്പിയാക്കളെ, നബിമാരെ ചില പ്രത്യേക ഭാഗങ്ങളിലേക്കും ചില പ്രത്യേക കാലങ്ങളിലേക്കുമാണ് നിയോഗിക്കപ്പെട്ടത്. അവർക്ക് നൽകപ്പെട്ട വേദങ്ങളും നിശ്ചിത കാലത്തേക്കായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധ ഖുർആൻ അത് അവതീർണമായത് മുതൽ ലോകാവസാനം വരെ നിലനിൽക്കുന്ന വേദമാണ്. ഇത് ഖുർആനിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. മുമ്പുള്ള വേദങ്ങളെല്ലാം കയ്യേറ്റങ്ങൾക്കും മാറ്റിത്തിരുത്തലുകൾക്കും വിധേയമായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തതാണ്. അതിന് ആ ഗതികേട് വരില്ല ഇതെന്നതും ഖുർആനിന്റെ പ്രത്യേകതയാണ്. മറ്റു കിതാബുകളും ഏടുകളും മൊത്തമായി പലകകളിലും ഏടുകളിലുമായി ഒറ്റടിക്ക് ഇറക്കപ്പെടുകയായിരുന്നു. പരിശുദ്ധ ഖുർആൻ മുത്തനബി തങ്ങളിലേക്ക് സാഹചര്യമനുസരിച്ച് വേണ്ട സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എത്തിച്ചു കൊടുക്കുകയായിരുന്നു. ഇതും പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയാണ്. എന്നല്ല, ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഇമാമുകൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ഖുർആനിന്റെ നിർവചനം തന്നെ പറയുമ്പോൾ മുത്തനബി തങ്ങളുടെ നുബുവത്തിന്റെ ദലീലായിട്ട് അയക്കപ്പെട്ട ഗ്രന്ഥം, മുത്തനബി തങ്ങളുടെ നുബുവത്ത് സ്ഥിരപ്പെടുത്താനുള്ള മുജിസത്തായിട്ട് അയക്കപ്പെട്ട ഗ്രന്ഥം, ഇത് പരിശുദ്ധ ഖുർആനാണ്. അറബി ഭാഷാ സാഹിത്യത്തിലെ നിപുണന്മാർ ജീവിച്ചിരുന്ന കാലത്താണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ അവതീർണമാകുന്നത്. ഇതിന് തുല്യമായ ഒരു ഗ്രന്ഥമോ അതിലേറ്റവും ചെറിയ ഒരു അധ്യായത്തിനോട് തുല്യമായതോ ഏറ്റവും ചെറിയ അധ്യായത്തിന് തുല്യമായ 3 ആയത്തുകളെ പോലുള്ളതോ കൊണ്ടുവരാൻ ഖുർആൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. കടുത്ത എതിരാളികൾ അന്നും ഇന്നും ഇസ്ലാമിനുണ്ട്. സാഹിത്യ സമ്പുഷ്ടരായ ആളുകൾ ഉണ്ടായിരിക്കെ തന്നെ ആ കാലയളവിൽ തന്നെ ഇസ്ലാം ലോകത്തിൻ്റെ ഒരുപാട് മേഖലകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്.
ഇസ്ലാമിൻ്റെ അജയ്യത ഇല്ലാതെയാക്കാൻ, ഇസ്ലാമിനെ ഇകഴ്ത്തി കാണിക്കാൻ ആ വെല്ലുവിളി ഏറ്റെടുത്താൽ മതി. പക്ഷെ ഒരാൾക്കും കഴിഞ്ഞില്ല. മനുഷ്യ ബോധവർഗങ്ങൾ ഒന്നിച്ചു പരിശ്രമിച്ചാലും അത് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവന്റെ കലാമിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ആരെങ്കിലും കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ കടിച്ചു കീറുമായിരുന്നു. കൊണ്ടുവന്നില്ല. സാഹിത്യ സമ്പുഷ്ടരായ ആളുകളുള്ള കാലത്ത്, അറബി സാഹിത്യത്തിലെ നിപുണന്മാർ ഉണ്ടായിരുന്ന കാലത്ത് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ അത് കൊണ്ടുവരാൻ കഴിയില്ല. അന്ന് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇന്ന് കൊണ്ടുവരാൻ കഴിയില്ല. ഇന്ന് കൊണ്ടുവരുന്നില്ലേ എന്നാൽ അന്ന് കൊണ്ടുവന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഖുർആനിന്റെ പ്രത്യേകതയാണ്. ഗൈബിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഖുർആനിലും മറ്റു ഗ്രന്ഥങ്ങളിലും ഉണ്ട്. ആ അത്ഭുതം മറ്റു ഗ്രന്ഥങ്ങൾക്കും ഉണ്ടെങ്കിലും നുബുവത്ത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറക്കപ്പെട്ട സാഹിത്യം കൊണ്ട് വെല്ലുവിളിച്ച ഒരേ ഒരു ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതുപോലെ പല പ്രത്യേകതകളും ഇമാമുകൾ വിവരിക്കുന്നുണ്ട്. മറ്റു ഗ്രന്ഥങ്ങൾ തൊടാനും ചുമക്കാനും വുളു ആവശ്യമില്ല. ഖുർആനിന് വുളു ആവശ്യം. നമ്മുടെ സമയം പരിമിതമാണ്. ഇത് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഈ ഒരു ചെറിയ പ്രസംഗം സഹായകമാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം.